സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം പ്രകാശമാണ്. ഓക്കെ, ഇതാണ് എക്യൂബ് പറഞ്ഞത്. അവിടെ ഈ ദൈവം പ്രകാശമാണ് എസൻസ് എന്നുള്ളത് എക്യൂബ് എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയർ പറഞ്ഞ എടുക്കും പറഞ്ഞാൽ എടുത്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പ്രകാശമാണെന്ന് എടുത്തിട്ട് അപ്പൊ ദൈവം എസൻസ് പ്രകാശമാണ് അല്ലേ? ദൈവം പ്രകാശമാണെന്നുള്ളതൊക്കെ ബിബ്ലിക്കലാണ്. ദൈവ സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. അങ്ങനെ സ്നേഹിച്ചിട്ട് യേശുക്രിസ്തു തന്നെ പറയുന്ന കാര്യമാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിന്റെ വെളിച്ചായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ബിബ്ലിക്കൽ ബൈബിൾ വേഴ്സ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ന്യൂക്ലിയർ വെച്ചത്. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല അല്ലേ? നോക്കട്ടെ, കുഴപ്പമുണ്ടോ നോക്കാം. എന്നാലേ ബാക്കി കൂടെ പറ. ദൈവം അന്ധകാരാന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അന്ധകാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഏത് വേഴ്സിനകത്ത് അങ്ങനെ എഴുതിയേക്കുന്നേ? അല്ല, ഉണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ബൈബിൾ എഴുതാത്ത കാര്യം ഞാൻ എന്തിനാ വിശ്വസിക്കുന്നേ? ഇല്ല. ഓക്കെ, ഇല്ലെന്ന് ഉറപ്പല്ലേ? ചേടാ, ഞാൻ ബൈബിൾ ആണ് വിശ്വസിക്കുന്നത്. ബൈബിളിൽ അല്ല, ഞാനൊരു യുക്തിപരമായിട്ട് ചോദ്യം ചോദിക്കാനാണ്. അതായത് നിങ്ങൾ അന്ധകാര ദൈവം വിശ്വസിക്കുന്നില്ലല്ലോ അല്ലെ? സാറേ, ഒരു യുക്തിപരമായ ക്വസ്റ്റ്യൻ ആണല്ലോ, നമുക്ക് നോക്കാം. ദൈവം പ്രകാശാന്ന് വിശ്വസിച്ചു. ഓക്കെ, അത് ഓക്കെ, ഞാൻ വെച്ചു. അപ്പൊ അന്ധകാരം വിശ്വസിക്കാൻ പറ്റുമല്ലോ. അപ്പോ എന്തായാലും ബൈബിളിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ന്യൂക്ലിയർ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ പുള്ളിനെ വിളിച്ച മോളി കയറ്റിക്കേ. പിന്നെന്താ, നിങ്ങളപ്പോ പ്രകാശമാണെന്ന് വിശ്വസിക്കുമ്പോ പിന്നെ അവിടെ എന്തില്ല? അന്ധകാരമല്ല, ഉറപ്പല്ലേ? അവിടെ അന്ധകാരം ഇല്ലെന്നോ? എന്തോ, അതായത് ദൈവം പ്രകാശമാണെന്ന് അവിടെ ന്യൂക്ലിയർ പറയണു എസെൻസിലി. അപ്പൊ എക്കിപ്പ് എന്താ പറയണേ? പ്രകാശമാണെന്ന്. ഓക്കെ, ഇനി അന്ധകാരമല്ലല്ലോ ദൈവം, ഉറപ്പല്ലേ? ദൈവം അന്ധകാരമല്ല. അന്ധകാരമല്ല. ഓക്കെ, ദൈവം സർവ്വവ്യാപിയാണോ? ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയാണ്. അപ്പൊ ഈ അന്ധകാരത്തിൽ സർവ്വവ്യാപിത്വം ഇല്ല. ഇപ്പോൾ എന്താ ചോദിച്ചേ? അപ്പൊ ഈ അന്ധകാരത്തിൽ സർവ്വവ്യാപിത്വം ഇല്ല. അങ്ങനെ ചോദിക്കാനുള്ള കാരണം അവിടെ ഈ ദൈവം പ്രകാശമാണ് എസൻസ് എന്നുള്ളത് എക്യൂബ് എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ന്യൂക്ലിയർ പറഞ്ഞ എടുക്കും പറഞ്ഞാൽ എടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ എസൻസ് പ്രകാശമാണെങ്കിൽ എന്താ സംഭവിക്കുക? ഓക്കെ, ദൈവം സർവ്വവ്യാപിയാണോ? ദൈവം സർവ്വവ്യാപിയാണ്. എന്താ പറഞ്ഞേ? ദൈവം സർവ്വവ്യാപിയാണ്. സബാഷ്, എസൻസ് പ്രകാശമായ ദൈവം സർവ്വവ്യാപിയാണല്ലേ? സംഭവം മനസ്സിലായില്ലേ? കേട്ടോ, ദൈവം സർവ്വവ്യാപിയാണോ? ദൈവം സർവ്വവ്യാപിയാണ്. അപ്പൊ ഈ അന്ധകാരത്തിൽ സർവ്വവ്യാപിത്വം ഇല്ല. അയ്യോ, ഇത് എന്തോ സാബിത്ത്, നിങ്ങൾ ഈ നേഴ്സറി പിള്ളേരെ പോലെ പറയല്ലേ? അന്ധകാരത്തിൽ പറയണ സർവ്വവ്യാപിത്വം ഉണ്ട് ദൈവത്തിന്. അപ്പൊ അന്ധകാരത്തിലും സർവ്വവ്യാപിത്വം വരാം. വെളിച്ചം ഇരുട്ട് വരാൻ പാടില്ലല്ലോ, വെളിച്ചം മാത്രമേ കാണാവുള്ളൂ. എന്താ എന്റെ സാബിത്ത്, എന്താ എന്റെ സാബിത്ത്? പിടിച്ചോ, പിടിച്ചിരുന്നോട്ടോ. ഞാനിപ്പോ എക്യുപ്പിനെ വിളിച്ചോണ്ട് വരാം. അതാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ? സർവ്വവ്യാപിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവം ഇവിടെ ഇരുട്ട് വരാൻ പാടില്ല. പ്രകാശമല്ലേ ദൈവം മൊത്തത്തില്? ഇവിടെ ഇരുട്ടുണ്ടല്ലോ, അപ്പൊ ഇരുട്ടല്ലേ? അത് ശരി. എന്തോ എന്റെ സാവിത്രി, എസൻസ് പ്രകാശമായ ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ലോകം മൊത്തം വ്യാപിച്ചാൽ അത് തീർച്ചയായിട്ടും ഇരുട്ട് വരാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ? സർവ്വവ്യാപിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവം ഇവിടെ ഇരുട്ട് വരാൻ പാടില്ല. പ്രകാശമല്ലേ ദൈവം മൊത്തത്തില്? ഇവിടെ ഇരുട്ടുണ്ടല്ലോ, അപ്പൊ ഇരുട്ടല്ലേ? അത് ശരി. എന്തോ എന്റെ സാവിത്രി, സാരമില്ലേക്കുപേ. എന്തോ എന്റെ സാവിത്രി, സാരമില്ലേക്കുപേ. എന്തോ എന്റെ സാവിത്രി, സാരമില്ലായിക്കുപേ. ഞാൻ ചോദിച്ചു മനസ്സിലായോ? സർവ്വവ്യാപിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇരുട്ടിലില്ല. അപ്പൊ അതായത് നിങ്ങളിവിടെ ഇരുട്ടിലില്ലെന്നായി. ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? അറിയാത്തുണ്ട്. ദൈവം പ്രകാശമാണ്. ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? അടിയപ്പിരുട്ടോ പ്രകാശം. അപ്പൊ ദൈവം എസൻസ് പ്രകാശമാണ് അല്ലേ? ദൈവം പ്രകാശമാണെന്നുള്ളതൊക്കെ ബിബ്ലിക്കലാണ്. ഓക്കെ, ദൈവം സർവ്വവ്യാപിയാണോ? ദൈവം സർവ്വവ്യാപിയാണ്. അപ്പൊ ഈ അന്ധകാരത്തിൽ സർവ്വവ്യാപിത്വം ഇല്ല. ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? ഉളുപ്പുണ്ടോ നിനക്ക്? ദൈവത്തിന്റെ എസൻസ് ആണോ ഭൂമിയിൽ പറഞ്ഞത്? എസൻസ് അല്ല ഭൂമിയിൽ പറഞ്ഞത്? അതും കൂടെ പറഞ്ഞു. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു അഞ്ചെട്ട് ഇതൊന്നും വേണ്ട, ഒരു ഇത് മതി. മനസ്സിലാവും പറഞ്ഞ നിർത്തിയോ? ഇല്ല, ഞാൻ നിർത്തിയിട്ടില്ല. അപ്പൊ ദൈവം എസൻസ് പ്രകാശമാണ് അല്ലേ? ദൈവം പ്രകാശമാണെന്നുള്ളതൊക്കെ ബിബ്ലിക്കലാണ്. ഓക്കെ, ദൈവം സർവ്വവ്യാപിയാണോ?
ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന്റെ എസൻസ് ആണോ ഭൂമിയിൽ പറഞ്ഞത്, എസൻസ് അല്ലേ ഭൂമിയിൽ പറഞ്ഞത്? അതും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പൊ ഈ അന്ധകാരത്തിൽ സർവ്വവ്യാപിത്വം ഇല്ല. ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? ഇരുട്ടിലില്ലെന്ന് ആര് പറഞ്ഞു? ന്യൂക്ലിയർ ഒന്ന് കേട്ടെ എന്റെ പൊന്നു ചങ്ങാതി ഒന്ന്. ഇറങ്ങി പോണെന്നാണ് കേട്ടോ. അമ്മേ, ഓരോരുത്തരും പേരിടുന്ന പോലെ തന്നെ ആയിരിക്കും അയാക്കണ സ്വഭാവം. പാവം. ദൈവം പ്രകാശമാണ്. ദൈവം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവം ഇവിടെ ഇരുട്ട് വരാൻ പാടില്ല. പ്രകാശമല്ലേ ദൈവം മൊത്തത്തില്. അപ്പൊ ഇവിടെ ഇരുട്ടുണ്ടല്ലോ. അപ്പൊ ഇരുട്ടല്ലേ? അത് ശരി. ഏത് ശരി? ഇവിടെ ഇരുട്ട് വരാൻ പാടില്ല. പ്രകാശമല്ലേ ദൈവം മൊത്തത്തില്. അപ്പൊ ഇവിടെ ഇരുട്ടുണ്ടല്ലോ. അപ്പൊ ഇരുട്ടല്ലേ? അത് ശരി. അപ്പൊ ഇരുട്ടല്ലേ? അത് ശരി. നമുക്കൊരു പാട്ട് പാടാം. ഇക്കരെ നിന്നാൽ അക്കരെ വെളിച്ചം, അക്കരെ നിന്നാൽ ഇക്കരെ വെളിച്ചം. ഇനി ട്രാക്ക് 2. അക്കരെ മാത്രം നല്ല വെളിച്ചം, ഇക്കരെ മൊത്തിരുട്ട്. അക്കരെ നിന്നാൽ ഇക്കരെ വെളിച്ചം, അക്കരെ നിന്നാൽ ഇക്കരെ ഇരുട്ട്, ഇക്കരെ മാത്രം മൊത്തം ഇരുട്ട്.